ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയലാണ്. ഒരു ലില്ലി ഓഫ് ദ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടുന്നത് ഈ 2 ടൈപ്സ് ഓഫ് യാൺസ് ആണ്. ആ പിങ്ക് കളർ കണ്ടത് ആരിക്കോട്ട് യാണും അതേപോലെ ഇത് ആൻറ്റിപ്പിൽ യാണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ബാക്ക് ചാമായിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. സോ ഫസ്റ്റ് തന്നെ വേണ്ടുന്നത് ഈ 2 ടൈപ്സ് ഓഫ് യാൺസ് വേണം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റൗണ്ടൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഇത് വേണം. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്റ്റിച്ച് മാർക്കറും വേണം, ലൈക്ക് കൗണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നെക്സ്റ്റ് വേണ്ടത് 4mm ഹൂക്കാണ്. ഇപ്പോൾ 4mm ഹൂക്കില്ലെങ്കിൽ 3.5mm ഹൂക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3.5 ഹൂക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെറിയ സൈസിലായിട്ട് കിട്ടും. അതേപോലെ 4 ഇട്ടാൽ കുറച്ചുകൂടെ നമുക്കൊരു വലിപ്പം കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പിങ്ക് യാൺ കൊണ്ട് നമ്മളൊരു മാജിക് റിംഗ് ആണ് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറാണ്. സോ ഇതേപോലെ ഒരു എക്സ് രൂപത്തിൽ ഇങ്ങനെ വരുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഹുക്ക് കൊണ്ട് നമ്മൾ താഴത്തെ ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഹുക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെയിൻ 1 ഇട്ടം കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാജിക് റിംഗ് റെഡിയായി. പിന്നെ ഈ മാജിക് റിങ്ങിലോട്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സർക്കിളിൻ്റെ അകത്തൂടെ നമ്മുടെ ഹൂക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഈ സെയിം സാധനം തന്നെ 5 ടൈംസ് കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 സിംഗിൾ ക്രോഷറ്റ് കിട്ടും. സോ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാ റൗണ്ടും തീരുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ 6 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷറ്റ് അല്ലേ. സോ നമ്മളത് തന്നെ കൗണ്ട് ചെയ്ത് നോക്കണം. 6 ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ടെയിൽ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ട് ക്ലോസ് ആയി വരും. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷറ്റിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. സോ ഇതുപോലെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാം ഉണ്ടോ എന്നൊന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ലൈക്ക് 6 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ 1 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ട് വന്നിട്ട് ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നിന്ന് കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് സിംഗിൾ ക്രോഷറ്റ് ആണെങ്കിൽ ഇനിയിപ്പം ഓരോരോ ചെയിനകത്ത് നമ്മൾ ലൈക്ക് ചെയിനല്ല ഓരോരോ സ്റ്റിച്ചിനകത്ത് നമ്മൾ 2 ടൈമായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം 2 സിംഗിൾ ക്രോഷറ്റ് ഒരു സ്റ്റിച്ചിലിട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻക്രീസ് ആവും. അങ്ങനെ ടോട്ടൽ 12 ടൈംസ് ആവും. സോ നമ്മൾ ഫസ്റ്റ് ഇൻക്രീസ് കഴിയുമ്പോഴത്തേന് ഇതേപോലെ ഫസ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് 2 ടൈമല്ലേ ചെയ്തത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിനകത്തോട്ട് ഇതേപോലെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് വരത്തില്ല, ലൈക്ക് എവിടെ വെച്ചാൽ നിർത്തിയേ, ഇനി എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടേ എന്നുള്ളൊരു ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് പഠിക്കാൻ പറയണത്. സോ ഈച്ച് സ്റ്റിച്ചിലും ഇതേപോലെ 2 ടൈംസ് സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
സോ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ടുണ്ടല്ലോ, അതിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ 1 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 സിംഗിൾ ക്രോഷറ്റ് 1 ഇൻക്രീസ് ആണ്. അത് നമ്മൾ 6 തവണയാണ് ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടൽ നമുക്ക് 18 സ്റ്റിച്ചാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ 2 ടൈം സിംഗിൾ ക്രോഷറ്റ് ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്. സോ നമ്മൾ ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് ഫസ്റ്റിൽ സിംഗിൾ ക്രോഷറ്റ്, സെക്കൻഡിൽ ഇൻക്രീസ്, നെക്സ്റ്റിൽ ഇതേപോലെ 1 സിംഗിൾ ക്രോഷറ്റ്, അടുത്തതിൽ 1 ഇൻക്രീസ്, ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ 18 എണ്ണം കിട്ടും. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് വരെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കണം ടോട്ടൽ 18 സ്റ്റിച്ചസ് ഉണ്ടോ എന്ന്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ട് 3യും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ റൗണ്ട് 3യും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 4 to 7 റൗണ്ട്സ് വരെ നമ്മൾ എല്ലാ സ്റ്റിച്ചിനകത്തും ഓരോരോ സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇൻക്രീസോ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ലൈക്ക് ജസ്റ്റ് മേലോട്ട് ഇങ്ങനെ കയറുന്ന ലെങ്ത് കൂട്ടാനാണ് ഇതേപോലെ നമ്മൾ ജസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 to 7 റൗണ്ട്സ് വരെ 1 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുക. സോ നമ്മളെല്ലാം കൗണ്ട് ചെയ്തൊക്കെ നോക്കി എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് 4ഉം കംപ്ലീറ്റ് ആവും. ഇതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി റൗണ്ട് 5, 6, 7 എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 4 to 7 റൗണ്ട്സ് വരെ 1 സിംഗിൾ ക്രോഷറ്റ് ഈച്ച് സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു റൗണ്ട് കൗണ്ടറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ കൺഫ്യൂഷൻ വരത്തില്ലല്ലോ ഏത് റൗണ്ട് എത്തി. അങ്ങനെ നമ്മൾ റൗണ്ട് 4 to 7 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റിൽ ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ 1 ആഡ് ചെയ്യുക.
ഇനി റൗണ്ട് 8 നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്റ്റിച്ച് മാർക്ക് ഊരിയിട്ട് ഇതിലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ആഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇതിൽ തന്നെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ സ്റ്റിച്ച് മാർക്കർ വെച്ച് അത് നോക്കി വെക്കുക എവിടെയാണ് നമ്മൾ തുടങ്ങിയെന്നുള്ളത്. സോ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് സ്പോട്ടിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയിൻ 1 സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഇതിലോട്ട് നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഓരോന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിനകത്ത് ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫൈനൽ റൗണ്ടിലാണ് നമ്മൾ പെറ്റലിൻ്റെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ 1 സിംഗിൾ ക്രോഷറ്റ്, 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 1 ഡബിൾ ക്രോഷറ്റ് ഇത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ആ ഒരു സ്റ്റിച്ചിൽ മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അടുത്തടുത്തുള്ള സ്റ്റിച്ചിലല്ല ചെയ്യുന്നത്. ഒറ്റൊരു സ്റ്റിച്ചിലാണ് നമ്മൾ ഈ 3 കാര്യം ചെയ്ത് കൊടുക്കുന്നത്. സോ അടുത്ത നെക്സ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഡബിൾ ക്രോഷറ്റ്, 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 1 സിംഗിൾ ക്രോഷറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്.
അപ്പം നമ്മൾ റൗണ്ട് 9 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ റൗണ്ട് 9ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ടില്ലേ. അപ്പം ഇങ്ങനെയാണ് ലില്ലി ഓഫ് ദ വാലിയുടെ ഫ്ലവർ ചെയ്യുന്നത്. സോ നമ്മൾ യാണും പുള്ളി ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 3 ഫ്ലവേഴ്സും കൂടെ ചെയ്യണം. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആൻറ്റിപ്പിൾ യാൺ കൊണ്ടിട്ടാണ് ലീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഒരു 16 സിംഗിൾ ക്രോഷറ്റാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ 16 സിംഗിൾ ക്രോഷറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം, കാരണം ഇതിനകത്ത് ഒരുപാട് ഒരു നീണ്ട പ്രോസസ്സാണ്. സോ എല്ലാവരും സ്ക്രീനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. സോ ആദ്യത്തേതിനകത്ത് തന്നെ നമ്മൾ 1 സിംഗിൾ ക്രോഷറ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റിൽ നമ്മൾ 1 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് നെക്സ്റ്റ് സ്റ്റിച്ചിലിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 1 2 3 അല്ലാണ്ട് ഒരെണ്ണത്തിനകത്തല്ല നമ്മൾ 3 ഡബിൾ ക്രോഷറ്റ് ചെയ്യുന്നത്. അടുത്തടുത്ത സ്റ്റിച്ചിൽ 3 എണ്ണത്തിനകത്തായിട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റോട് ഇട്ട് കൊടുത്തിട്ട് 1 സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിലായിട്ട് കിട്ടും. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഒരു ഇലയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷറ്റ്സിനകത്ത് നമ്മൾ ഇതേപോലെ നെക്സ്റ്റ് ഒരു ഇലയും കൂടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇതേപോലെ തന്നെ 1 സിംഗിൾ ക്രോഷറ്റ്, 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 3 ഡബിൾ ക്രോഷറ്റ്, 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 1 സിംഗിൾ ക്രോഷറ്റ്, ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ബിഗർ സൈസിലേക്ക് ആക്കണം ഈ ഒരു ലീഫ്, കാരണം ഇത് ഭയങ്കര ചെറുതല്ലേ. അപ്പോൾ കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഇപ്പോൾ 1 സിംഗിൾ ക്രോഷറ്റിലാണ് നമ്മൾ നിർത്തുന്നത്. സോ നമ്മൾ ടേൺ ചെയ്തിട്ട് ഇതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒരു ഫുള്ള് വലിയൊരു ഇലയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലീഫും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ 3 ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ലീഫും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലില്ലി ഓഫ് ദ വാലിയുടെ ബാക്ക് ചാമിൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ 3 ഫ്ലവേഴ്സും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സോ ജസ്റ്റ് ചെയിനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഈ ഒരു ലീഫിലേക്കും അത് കണക്ക് ഈ 3 ഫ്ലവേഴ്സിലേക്കും അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ചാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.